ഇനി ഇത് നമ്മൾ സൈക്കോളജി ഒന്നും പഠിക്കണ്ട. നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്താണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മള് നമുക്ക് കുറെയൊക്കെ നമുക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു 10%ഉം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു 10%ഉം നമ്മുടെ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഒരു 90%ഉം ആണ്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും വളരെ ഡീപ്പർ ലെവലിൽ നമുക്ക് സെഗ്മെന്റ് ചെയ്യാം. നമുക്ക് സൂപ്പർ കോൺഷ്യസും അൺകോൺഷ്യസും പ്രീ കോൺഷ്യസും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഡീപ്പർ ലെവലിലോട്ടൊന്നും നമ്മൾ പോവണ്ട. നമ്മൾ ജസ്റ്റ് നമ്മളുടെ കോൺഷ്യസും സബ് കോൺഷ്യസും തമ്മിലുള്ള ഒരു മാച്ച്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലൂപ്പിനകത്തുനിന്ന് പുറത്തു കടക്കാത്തത് എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിനകത്ത് അല്ലെ ഈ കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ വിൽ പവർ, നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്, നമ്മളുടെ അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അവിടെയാണ് നമ്മളുടെ ഈ വിൽ പവർ, നമ്മൾ ഈ പറയുന്ന ഞാനത് ചെയ്യും, എനിക്കത് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങള്, നമ്മൾ ചിലപ്പം എനിക്ക് ഈ വർഷം ഇത്ര സേവിങ്സ് വേണം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കും. ആ തീരുമാനം എടുത്ത് നമ്മൾക്ക് നല്ല അപ്പൊ നമുക്ക് ആ ഒരു തീരുമാനം എടുത്ത് നമ്മൾ കുറച്ചു ദിവസം നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കണം, സേവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് സേവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും വേറൊരു എക്സ്പെൻസ് വരും, ഈ പൈസയൊക്കെ ചെലവായി പോവുകയും ചെയ്യും. ഇല്ല, ഇത് പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറയും ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചെലവ് വന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ആ പൈസ ചെലവാക്കേണ്ടി വന്നു എന്ന് നമ്മൾ പറയാറുമുണ്ട്, അല്ലെ? അപ്പോ ഇതൊക്കെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പാർട്ടാണ്. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ റിയാക്ഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ 90% എന്ന് പറയുന്നത് നമുക്കിവിടെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ബിലീഫ്സ്, നമ്മളുടെ ഹാബിറ്റ്സ് ഒക്കെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് തമ്മിലുള്ള ഒരു മിസ്അലൈൻമെന്റ് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് ആണ്, നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് അല്ല എന്ന്. അപ്പോ ഒരു 20 വർഷം മുൻപൊക്കെ നമ്മളുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മളുടെ ന്യൂറോ സയൻസിൽ നമ്മൾ പഠിച്ചത് ഒരു 5 വയസ്സ് വരെ ആവുമ്പോഴേക്കും, ഒരു 5 വയസ്സിൽ തന്നെ നമ്മളുടെ ഒരു ക്യാരക്ടർ ഫോം ആകും. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പഠിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് വരെ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ബയോഡേറ്റ നമുക്ക് ആ 5 വയസ്സിനുള്ളിൽ നമ്മളുടേത് ഉണ്ടായി കഴിയും. അതിനപ്പുറത്തേക്ക് മാറ്റമൊന്നും ഇല്ല. അതേപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിന്റെ പാർട്ടാണ് നമ്മളുടെ കോൺഷ്യസും സബ് കോൺഷ്യസും എന്നായിരുന്നു നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചിരുന്നത്. പക്ഷെ അത് നമ്മളുടെ വെസ്റ്റേൺ സൈക്കോളജിയിൽ. നമ്മളുടെ ഈസ്റ്റേൺ സൈക്കോളജി, അതായത് നമ്മളുടെ ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ കൺട്രീസിൽ പക്ഷേ പ്രാക്ടീസ് ചെയ്തിരുന്ന ഈസ്റ്റേൺ സൈക്കോളജി അന്നും പറഞ്ഞിരുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയും നമ്മളുടെ കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മൈൻഡ് ബോഡി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു അലൈൻമെന്റ് ഒക്കെ പിന്നീട് ഉണ്ടായത്. അപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു 20 ഇയേഴ്സ് ആയിട്ട് ഒരുപാട് പഠനങ്ങൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ഈ ന്യൂറോ സയൻസിൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ കോൺഷ്യസ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലുള്ള പാറ്റേൺസ് എന്ന് പറയുന്നത് അത് ഇലക്ട്രോപ്ലാസ്റ്റിസിറ്റി ഉള്ള പാറ്റേൺസ് ആണ്. അതായത് ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിക്കാം. അതായത് നമ്മൾ ഈ പ്ലേഡോ കണ്ടിട്ടുണ്ടോ? കുട്ടികളുടെ പ്ലേഡോ നമുക്കതിനെ പല ഷേപ്പിൽ ആക്കാൻ പറ്റും, അല്ലെ? അത് വളരെ ഇങ്ങനെ ഒരു റബ്ബർ പോലെയോ അല്ലെങ്കിൽ ഒരു വളരെ പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതേപോലെയാണ് നമ്മളുടെ
ന്യൂറൽ പാറ്റേൺസ്. അപ്പോൾ നമ്മളുടെ ന്യൂറൽ പാറ്റേൺസ് ഈ ഒരു ഫോം ആയതുകൊണ്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഒരു ഡിഫിക്കൽട്ടി ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കഴിഞ്ഞ 20, 30, 40, 50 വർഷമായിട്ട് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇമോഷൻസ്, നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺസ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അത് നമ്മളുടെ സബ് കോൺഷ്യസിനെ ഭരിക്കുന്നത് ഈ പാറ്റേൺസ് ആണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്നലെ കണ്ട ഒരാളുടെ പേര് നമ്മൾ ഓർക്കില്ല. പക്ഷെ ചിലപ്പോൾ ഒരു 5 വയസ്സിലോ 6 വയസ്സിലോ നമ്മൾ സ്കൂളിൽ, ഫോർ എക്സാമ്പിൾ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് നമ്മൾ സ്റ്റേജിൽ കയറി എന്ന് വെച്ചു. സ്റ്റേജ് കയറിയപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് മറന്നുപോയി. നമ്മൾ പാടുന്ന പാട്ടോ ഡാൻസോ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ മറന്നുപോയപ്പോൾ നമ്മളൊന്ന് പേടിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ സ്റ്റേജിൽ കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഞെട്ടൽ വരും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ കയറാൻ പോയപ്പോൾ നമ്മളൊന്ന് വീണു, അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിൽ നിന്നൊന്ന് വീണു, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് വരും ഇല്ലേ? പെട്ടെന്ന് നമ്മളുടെ ബോഡിയിൽ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു തരിതരിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. പെട്ടെന്ന് ഒരു ഹാർട്ട് ബീറ്റ് വരും നമുക്ക്. പെട്ടെന്ന് ഒരു ബസ്സിൽ ഓടി കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ചും എലിവേറ്റർ, ഈ എസ്കലേറ്റേഴ്സിൽ നിന്നൊക്കെ സ്ലിപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണിത്. അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സബ് കോൺഷ്യസും കോൺഷ്യസും തമ്മിലുള്ള ഒരു മിസ്അലൈൻമെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാൻ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്കതിനെപ്പറ്റി, ഇതൊരു കാറിന്റെ പരസ്യമാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത്. The new Range Rover, the most desirable ever created. ഓക്കെ, ഇത് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന കാറാണ്. എനിക്ക് തോന്നുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാം അല്ലെ? റേഞ്ച് റോവർ ഒരു പ്രീമിയം ലക്ഷറി ബ്രാൻഡാണ്. റേഞ്ച് റോവറിന്റെ ഇന്ത്യയിലെ ഈ ഓട്ടോബയോഗ്രഫിയുടെ ഇന്ത്യയിലെ വില എനിക്ക് തോന്നുന്നത് 3 കോടിക്കും 5 കോടിക്കും ഇടയിലാണ് റേഞ്ച് റോവറിന്റെ ഇന്ത്യയിലെ വില.
റേഞ്ച് റോവർ എപ്പോഴെങ്കിലും ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയോ ഓടിക്കുകയോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. റേഞ്ച് റോവറിന്റെ ലക്ഷറി എന്ന് പറയുന്നതിന്റെ ഒരു അവസാന വാക്കാണ് റേഞ്ച് റോവർ. അത്രയ്ക്ക് സുഖമാണ് വണ്ടി ഓടിക്കാൻ. വൺസ് ആ വണ്ടി ഓടിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒരു കാറും ഓടിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു വണ്ടിയാണ്. എനിവേസ്, നമുക്ക് ഒരു 2 minutes ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് തിരിച്ചു വരാം. നമ്മൾ ലോഗ് ഓഫ് ചെയ്യണ്ട, ജസ്റ്റ് ഞാൻ എന്റെ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. നിങ്ങൾ എല്ലാവരും വീഡിയോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കല്ലേ. അപ്പൊ ഞാൻ ഓടിപ്പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഓടി വരാം. 2 minutes കേട്ടോ.